ഇപ്പൊ നിങ്ങൾക്ക് പറ്റിയ ഒരു ഡിഫക്റ്റ് ഒന്നുകൂടെ ഞാൻ പറയാം. ഇത് നിങ്ങൾ കുറെ കഴിഞ്ഞിട്ടാണ് ഇത് കെട്ടിയത്, മനസ്സിലായി? അപ്പൊ ഈ കെട്ടുന്നതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം മുതലേ ഇത് ഈ വളയാൻ സമ്മതിക്കരുത്. വളയാൻ സമ്മതിക്കാതെ തന്നെ ഇവനെ ഇങ്ങനെ കെട്ടി നമ്മൾ നൂത്ത് വരുവാണെങ്കിൽ ഇതിന് കൂടുതൽ ബ്രാഞ്ചസ് വരും. ആ ബ്രാഞ്ചസും നമ്മൾ കെട്ടി വെക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഇത് ഈ ഉൽപാദനം കിട്ടുള്ളൂ. ഈ ഹൈറ്റ് വരെ നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. ഇത്ര ഒരു തക്കാളി കൃഷി നമ്മുടെ മലപ്പുറം ജില്ലയിലെ കണ്ണമംഗലം അല്ലേ, കണ്ണമംഗലം കാശ്മീർ അല്ലേ, കാശ്മീർ എന്ന സ്ഥലത്ത് പ്രദേശത്തിന് സ്ഥലം പൂന്തോട്ടം എന്ന സ്ഥലത്ത് ഇത്രയും കണ്ടത് അതിയായ സന്തോഷമുണ്ട്. ഇത് ഗ്രാഫ്റ്റഡ് തക്കാളിയാണ്. അപ്പോൾ നോർമലി നമ്മൾ നോർമൽ തക്കാളി വെച്ച് നമ്മുടെ കാലാവസ്ഥയിൽ ഈ മഴയുള്ളത് കൊണ്ടും ഇത് കൂടുതൽ ഫംഗൽ അറ്റാക്ക്, റൈസോക്ടോണിയ എന്ന് പറയുന്ന ഫംഗൽ എഫക്റ്റ് വന്നിട്ട് ഇത് മൊത്തം അഴുകി വിൽറ്റായിട്ട് മൊത്തത്തിൽ അഴുകി അങ്ങ് പോകും. അപ്പോൾ ഈ ഗ്രാഫ്റ്റഡ് ആയതുകൊണ്ട് ഇത് കണിശമായിട്ടും നമ്മുടെ മണ്ണിന് താഴെയുള്ള ഭാഗത്തിന് യാതൊരു രീതിയിലുള്ള കേടുപാടുകളും സംഭവിക്കുകയില്ല. അത് ഏകദേശം ഒരു 80% അത് കറക്റ്റ് ആയിരിക്കും, അതിന് യാതൊരു കുഴപ്പം വരികയില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്രാഫ്റ്റഡ് തക്കാളിയാണ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത്. ഈ മഴക്കാലത്ത് ഇത് ഇത്രയും കൂടി അനുയോജ്യമല്ലേ? മഴക്കാലത്ത് നമുക്ക് കേരളത്തിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഗ്രാഫ്റ്റഡ് ആണ് ഏറ്റവും നല്ലത്. അല്ല, ഇതിന്റെ അനുഭവം ഞങ്ങൾ ഡിസംബറിൽ ചെയ്തിട്ടും ബിൽറ്റ് അടിച്ച് പോകണ്ടല്ലോ. പാടത്ത് നമ്മൾ ഈ പറമ്പിൽ കഴിഞ്ഞ ഈ ഡിസംബറിൽ ഉള്ള തക്കാളിയാണ്, അതിലും ബിൽറ്റ് അടിച്ച് പോയി. പാടത്ത് നമ്മൾ ഇതേമാതിരി 1 ഏക്കറോളം ചെയ്തു, അതും ബിൽറ്റ് അടിച്ചു. അതേതായിരുന്നു നോർമലായിട്ട് നോർമൽ ഇതിന് ആ പ്രശ്നം ഉണ്ടാവില്ല. ഇത് അങ്ങനെയാണ് ഇത് ഗ്രാഫ്റ്റ് ആക്കിയത്. പ്രാവശ്യം ഒരു തയ്യന് 5 റുപ്യാണ്. മറ്റേ ഞങ്ങൾ തന്നെ നഴ്സറി ഉണ്ടാക്കും, ഞങ്ങൾ തന്നെ ചെയ്യും. അതിന് നമുക്ക് ഒരു 50-60 ഗ്രാഫ്റ്റഡ് ചെയ്യുന്നതാണ് കേരളത്തില് നമുക്ക്. അതിപ്പോ ഞങ്ങൾ അനുഭവത്തിൽ ഞങ്ങൾ കണ്ടു. തക്കാളിയും വൈതനയും ഇപ്പം വെച്ചിട്ട് എത്ര നാളായത്? ഇതിപ്പോ 60 ദിവസമാണ്. 60 ദിവസമാണ്. അപ്പൊ ഇത് ശരിക്കും ഒരു 120 ദിവസം വരെ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഒരു ക്രോപ്പാണ്. അപ്പൊ ഈ ക്രോപ്പിന് നമുക്ക് വേണ്ടുന്ന ഇതിന് ശരിക്കും നമ്മൾ ആഴ്ചയിൽ നമ്മൾ ഇതിന് വേണ്ടുന്ന വളങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. കൊടുത്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ആ ഒരു ഡേറ്റ് വരെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം തക്കാളിക്ക് ഇപ്പൊ മെയിൻലി വരുന്ന ഒരു ഇതെന്ന് പറയുന്നത് കാൽസ്യം ബോറോൺ ഡെഫിഷ്യൻസി വരും. ഇതിനകത്തില്ല, ഇവിടെ അടിയിൽ ഇവിടെ ഇങ്ങനെ കറുത്ത സ്പോട്ട് ഇങ്ങനെ വരും. അത് കാൽസ്യം ബോറോണിന്റെ ഡെഫിഷ്യൻസിയാണ്. ഇതുപോലെ നല്ലപോലെ പൂക്കുകയും വേണം, കാ പിടിക്കുകയും വേണം. അപ്പൊ ഇതിനെല്ലാം സപ്പോർട്ടീവായിട്ട് നമുക്കല്ല. അതിന് കാൽസ്യം ബോറോൺ എന്ന് പറഞ്ഞൊരു കാൽബി എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ ആ കാൽബി പ്രോഡക്റ്റ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതുകൂടാതെ നമ്മൾ മണ്ണിൽ കൂടി നമ്മുടെ ഡ്രിപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഡ്രിപ്പിനകത്ത് നമുക്ക് വളമുണ്ട്, ക്വിക്സോളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കായൊക്കെ നല്ലപോലെ വീർക്കും. പിന്നെ ഈ അതായത് നല്ല വെയിറ്റും ക്വാളിറ്റിയും തൂക്കവും കിട്ടും. പിന്നെ ഇതിന് വരുന്ന ഒരു മെയിൻ, ഇതിന് വൈറസ് എന്ന് പറയുന്ന ഒരു രോഗം ഇതിന് വരും. അപ്പം ഈ രോഗങ്ങൾ കൂടുതലും വരുന്നത് ഈ ന്യൂട്രിയന്റിന്റെ ഡെഫിഷ്യൻസി കാരണം നമുക്കൊരു അസുഖം വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ് നമുക്ക് വരും എന്ന് പറയുന്ന പോലെ നമ്മൾ ഇതിന് കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ, അതുകൊണ്ട് ഇത് മഴ പെയ്തു, അതുകൊണ്ട് ഇത് കൃഷി പോയി നമ്മൾ അത് കളയേണ്ടത്. ഇതിനെ നമുക്ക് പ്രോഫിറ്റബിൾ ഇതിലേക്ക് നമുക്ക് ആക്കിയെടുക്കാം. നമ്മൾ ജുഡീഷ്യൽ ആസിഡ് കൊടുക്കണമെന്നുള്ളതേ ഉള്ളൂ. 120 ദിവസം വരെ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഒരു ക്രോപ്പാണ്. അപ്പോൾ ഈ ക്രോപ്പിന് നമുക്ക് വേണ്ടുന്ന ഇതിന് ശരിക്കും നമ്മൾ ആഴ്ചയിൽ നമ്മൾ ഇതിന് വേണ്ടുന്ന വളങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. കൊടുത്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ആ ഒരു ഡേറ്റ് വരെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഗ്രാഫ്റ്റഡ് ആയതുകൊണ്ട് മണ്ണിന് വരുന്ന പ്രശ്നങ്ങൾ വരികയില്ല. ഗ്രാഫ്റ്റഡ് ആയതുകൊണ്ട് ആ ഒരു പ്രശ്നം വരും. നമുക്ക് മണ്ണിന് മേളിലുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമുക്കിത് ഉൽപാദനമാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനെന്ത് ചെയ്യണം? അതായത് ഇതെല്ലാം ഹൈബ്രിഡ് വിത്തുകളാണ്. ഇതിപ്പോ ശിവേണേ വിത്തുള്ളത്. അപ്പോഴത്തെ ആ ലാസ്റ്റ് ഉള്ളത് പിന്നെ നമ്മള് നുഹാംസിന്റെ മറ്റേ സാഹു. സാഹു അത് രണ്ടുമാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഈൽഡൊക്കെ അവർ കമ്പനിക്കാർ വലിയ ടോപ്പ് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അത് ഈ ഈൽഡ് നമുക്ക് എടുക്കാൻ പറ്റും. ഈൽഡ് എടുക്കാൻ പറ്റും. നമ്മൾ അതനുസരിച്ചുള്ള മൂലകങ്ങൾ നമ്മൾ കീടനാശിനി ഞങ്ങൾ ഇതുവരെ കാര്യമായിട്ട് സ്പ്രേ ചെയ്തിട്ടില്ല. അപ്പൊ ഈ ആഴ്ച കഴിഞ്ഞ ഞായറാഴ്ച കൊടുത്തു. അതുവരെ കീടനാശിനി ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച ആണ് കൊടുത്തത്. പിന്നെ ഈ ശിഖരങ്ങൾ ഇതൊക്കെ വലുതായി വരുമ്പോഴത്തേക്ക് ഈ ശിഖരങ്ങളൊക്കെ നമ്മൾ കെട്ടി ഞാത്തി നിർത്തണം. എങ്കിൽ മാത്രമേ അത് നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അതെല്ലാം വെയിറ്റ് കൊണ്ട് ഇത് താഴെ പോകും. ബോറർ വന്നതാണ്, ബോറർ വന്ന് പോയതാണ്. ഇനിയിപ്പോൾ ഇത് കീടനാശിനി അടിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ബോറർ അത് പോയി, അത് കഴിഞ്ഞ് പോയതാണ്, മൊത്തം നശിപ്പിച്ചത്. അതിനിപ്പോൾ നമ്മൾ കീടനാശിനി അടിച്ചില്ല, ശരി കുഞ്ഞു പോയതാണെന്ന് അത് അറിയില്ല. അത് കീടനാശിനി അടിച്ചെങ്കിൽ അത് പോയി കാണുന്നത്. ഇത് തന്നെയാണ്. ഇതെല്ലാം പുഴുക്കളാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ അഴുകൽ കൂടുതലും സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെ കൊണ്ട് നമ്മൾ കുമിൾനാശിനി അടിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല. ഇത് ശരിക്കും പെസ്റ്റിസൈഡ്സ് തന്നെ നമ്മൾ അടിക്കും. ഈ തക്കാളി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ നമ്മൾ കാണാറുണ്ട് മഞ്ഞ നിറം, ചുവപ്പ്, ഈവൻലി മൊത്തത്തിലൊരു ചുവപ്പ് നമുക്ക് കിട്ടുകയില്ല. അതൊക്കെ പൊട്ടാഷിൻ്റെ കുറവാണ്. അപ്പോൾ അതിന് 0946 എന്ന് പറഞ്ഞൊരു ക്വിക്സോൾ എന്ന് പറഞ്ഞൊരു വളമാണ്. അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഷെഡ്യൂൾ നമ്മൾ തരാം.
നിങ്ങൾ ഹൈടെക് നിങ്ങൾ പകുതി ഹൈടെക് ആണ്, ഉം. മൊത്തത്തിൽ ഹൈടെക് ആയില്ല. അപ്പൊ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പൊതുവേ ഉള്ള ഒരു പ്രശ്നമാണ്, ഒരു ഷെഡ്യൂൾ ഇല്ല. ആ. ഇപ്പൊ എന്താ അറിയില്ല. അത് നമ്മൾ ഷെഡ്യൂൾ നമ്മൾ തരാം. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഇടയ്ക്ക് വരുവാണെങ്കിൽ നിങ്ങൾ ഫോട്ടോ ഇട്ടിട്ട് നമ്മളോട് ചോദിച്ചാൽ മതി, നമ്മൾ അതിന്റെ കറക്റ്റ് മെത്തേഡ് നമ്മൾ തരാം. പിന്നെ ഇതിനകത്ത് ഒരു ഇത് വരും, മറ്റേ മൈനർ എന്ന് പറഞ്ഞൊരു സാധനം വരും, ലീഫ് മൈനർ. ഇതിനകത്ത് ഇല്ല ഇപ്പം. അത് ഇലയിൽ കയറി മറ്റേ പടം വരയ്ക്കത്തില്ലേ, ചിത്രകീടം. അതൊരു വലിയൊരു പ്രോബ്ലം ഉള്ള ഒരു സാധനമല്ല. അപ്പൊ അത് കണ്ടുകൊണ്ട് നമ്മൾ ബേജാറാകുകയും വേണ്ട. ഇങ്ങനെ തക്കാളി തൂങ്ങി കിടക്കണം. കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുക കാണിക്കാതെ. കുറവാണ്. അല്ല ഇപ്പൊ ഈ മഴയത്ത് ആവില്ല, എല്ലാം പൂ പൊഴിഞ്ഞു പോകത്തേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അറിവില്ലായ്മ ദിമ കുറേ നമ്മൾ പുതിയ കൃഷി വ്യാവസായിക അടിസ്ഥാനത്തിലാണ് വരുന്നല്ലുള്ളത്. രണ്ടാമത്തെ ബാച്ചാണത്. അടുത്ത ബാച്ച് കുറച്ചുകൂടെയൊക്കെ ഇമ്പ്രൂവ് ആയും. അതൊരു കാര്യം ചെയ്തത്, മലയാളികളുണ്ട്, ഞാൻ അല്ലെങ്കിൽ പരിചയപ്പെടുത്തരാം. നിങ്ങൾ ഇവിടുന്ന് മൈസൂർ വരെ പോകണം. കൾച്ചറൽ പ്രാക്ടീസ് ഇതൊക്കെ എന്താണ് അവർ ചെയ്യുന്നതെന്നുള്ളത് മാത്രം നിങ്ങൾ പഠിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് നേരെ പൊള്ള സത്യം എനിക്കറിയില്ല. അവർ ചെയ്യുന്ന മെഡിസിനും നമ്മളിവിടെ ചെയ്യുന്ന മെഡിസിനും രാവും പകലും വ്യത്യാസമുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ അവര് വ്യാവസായിക അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പുറകെ നിൽക്കും അവര്. പിന്നെ അവരതങ്ങനെ വേണ്ടതും വേണ്ടാത്തതും എല്ലാം ഇവർ ഉപയോഗിക്കുന്നത്. നമ്മളതല്ല, നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. അങ്ങനെ കൃഷി ചെയ്യാവൂ. അപ്പൊ അവരെ ഉൽപാദനം കൂടുതലുണ്ട്, നമുക്കത് ഇത് പ്രശ്നം. പിന്നെ നമുക്ക് മെഡിസിൻ ലഭ്യതയില്ല ഇവിടെ. മെയിനായിട്ട് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ എന്താ ഇതിനകത്ത്? ഇപ്പോഴത്തെ ഈ കാലാവസ്ഥക്ക് നമ്മളിപ്പോൾ അതിന് പരിഹരിക്കാന്ന് പറഞ്ഞാൽ ഉൽപാദനത്തിന്, അത് നമുക്കിപ്പോൾ ഈ കാലാവസ്ഥ കൊണ്ടുള്ള പ്രശ്നം ചോദിച്ചു. പൊതുവെ ഒരു ചെടി നമുക്ക് പറയുന്ന ഹീൽഡ് നമുക്ക് കിട്ടണില്ല ഇവിടെ. നെല്ലായിക്കോട്ടെ, ഇതായിക്കോട്ടെ, ഏത് ഉൽപ്പന്നമായാലും അത് നമ്മളെ മണ്ണിന്റെ പ്രശ്നമാണോ അതോ നമ്മളെ കൃഷി രീതിന്റെ മോശത്തരാണോ? അല്ല, മണ്ണിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് ചെങ്കല്ല് മണ്ണാണ്. ഇതിനകത്ത് ഈ ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനകത്ത് കാണില്ല. മനസ്സിലായി? നമ്മൾ ഈ മണ്ണ് എടുത്തു കഴിഞ്ഞാലും ഈ മണ്ണിനകത്ത് ഈ ചരലാണ് കൂടുതലും. മനസ്സിലായി? ഇത് ഒന്നാണ്, ഇതിനകത്ത് നമുക്ക് ഈ വളത്തെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഓർഗാനിക് കണ്ടന്റ് വേണം. അത് ഇതിനകത്ത് ഇല്ല. അപ്പൊ നമ്മൾ ആദ്യമേ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് കുറച്ച് ഓർഗാനിക് കമ്പോസ്റ്റുകളോ ചാണകമോ ഒക്കെ ഡീകമ്പോസ് ചെയ്തിട്ട് ആ സാധനം നമ്മളൊന്ന് ഇട്ട് കൊടുക്കണം. എങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളം പിടിച്ചു നിർത്താൻ ഉള്ള ഒരു ഹ്യൂമസ് കണ്ടന്റ് ഇതിനകത്ത് വേണം. അതിപ്പോ നമ്മളിതില് കോഴിവളം ചാണകമൊക്കെ ചെയ്തിട്ട് തന്നെ ചെയ്യണ്ടേ? കോഴിവളം എങ്ങനെയാ ചെയ്യുന്നത്? കോഴിവളം കമ്പോസ്റ്റിംഗ് ആക്കലില്ല. കോഴിവളം കമ്പോസ്റ്റ് ആക്കണം. പക്ഷെ അതിന്റെ ആ കമ്പോസ്റ്റ് ആക്കാനുള്ള ഇനോക്കുലം അത് നമുക്ക് ഇനോക്കുലം ഒന്നും വേണ്ട. ഈ കോഴിവളം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അതിനെ ചാക്കിൽ നിന്ന് പൊട്ടിച്ചിട്ട് കൂമ്പാരമാക്കി ഇടുക. കൂമ്പാരമാക്കിയിട്ട് ടാർപാളിൻ എടുത്തിട്ട് മണ്ടയ്ക്കൂടെ അങ്ങ് ഇട്ട് നന കൊടുത്ത് അങ്ങ് വെച്ചേക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു 15-20 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ 1 ടൺ വാങ്ങിച്ചെങ്കിൽ അതൊരു 300 കിലോ ആയിട്ട് അതങ്ങ് മാറും. അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മറ്റേ അതിനകത്ത് ഒത്തിരി ഹോർമോണുകളും അങ്ങനെയുള്ള ഒത്തിരി നമുക്ക് വേണ്ടാത്ത കാര്യം, മണ്ണിന് വേണ്ടാത്ത കാര്യങ്ങൾ അതിനകത്ത്. അങ്ങനെ ആകുമ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ആ രീതി നമ്മൾ ചെയ്യുക. പരിശോക്കാം കമ്പോസ്റ്റ് ആക്കിയാണ്ട്. അതിനകത്ത് പിന്നെ കൈ കൊണ്ട് ഇടരുത്, ഭയങ്കര ചൂടായിരിക്കും. അതായത് 15-20 ദിവസം കഴിഞ്ഞിട്ടേ നമ്മളത് വെട്ടി ടാപ്പ മാറ്റി മമ്മട്ടി കൊണ്ട് വെട്ടി മാറിയെടുക്കാം. ഭയങ്കര ചൂടായിരിക്കും. ഇപ്പൊ അതിനകത്ത് രോഗമായിട്ട് പറയാൻ എന്ന് പറയുന്ന വൈറസാണ്. ആ വൈറസ് നമ്മളിപ്പം വൈറസ് ഉള്ള പ്ലാന്റിനെ നമ്മൾ എടുത്ത് കളയുക. എന്തായാലും ഒരു 100 ചെടി ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു 10 ചെടി ഇങ്ങനെ വന്നു പോകും. അത് അന്നേരം നമ്മൾ അങ്ങ് പിഴുത് മാറ്റിയേക്കും. പിന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സൂക്ഷ്മമൂലകങ്ങളും അതിന് വേണ്ടുന്ന NPK എല്ലാം നമ്മൾ കറക്റ്റ് അതിന്റെ സ്റ്റേജ് അനുസരിച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം.